തെരഞ്ഞെടുപ്പ് പ്രചാരണം മുറുകിയ പൊന്നാനി മണ്ഡലത്തിന്റെ വർത്തമാന മുഖമാണ് ഇതുവരെ പ്രതിപാദിച്ചത്. ഇതുവഴി കടന്നു പോകുമ്പോൾ മണ്ഡലത്തിന്റെ ചരിത്രത്തിലേക്കും എത്തി നോക്കാതിരിക്കാൻ വയ്യ. 1952 ശേഷം പൊന്നാനി ലോക്സഭാ മണ്ഡലം 14 തവണയാണ് പൊതുതെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചത്. 52-ൽ ദ്വയാംഗ മണ്ഡലമായപ്പോൾ കേരള മസ്ദൂർ പ്രജാ പാർട്ടിയിലെ കെ കേളപ്പനും കോൺഗ്രസിലെ കരുണാകര മേനോനും തെരഞ്ഞെടുക്കപ്പെട്ടു. 1962-ൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഇടതു രാഷ്ട്രീയം മണ്ഡലം സ്വന്തമാക്കി. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ നിന്നും മത്സരിച്ച ഇ.കെ. ഇമ്പിച്ചിബാവയെയാണ് അന്ന് പൊന്നാനിയിലെ വോട്ടർമാർ തങ്ങളുടെ പ്രതിനിധിയായി തെരഞ്ഞെടുത്തത്. 1967-ലും 71-ലും പൊന്നാനി സംവരണ മണ്ഡലമായിരുന്നു. അപ്പോഴും ശക്തി തെളിയിച്ചത് ഇടതുപക്ഷ രാഷ്ട്രീയമായിരുന്നു. 67-ൽ CPIM-ലെ CK ചക്രപാണിയെയും 71-ൽ CPIM-ലെ തന്നെ MK കൃഷ്ണനെയും മണ്ഡലത്തിലെ സമ്മതിദായകർ ഇന്ത്യൻ പാർലമെന്റിൽ എത്തിച്ചു. 1962-ൽ ഇ.കെ. ഇമ്പച്ചിവായ വിജയിക്കുമ്പോൾ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥി A.K. കൊല്ലിയിൽ 3-ാം സ്ഥാനത്തായിരുന്നു. 67-ലും 71-ലും മണ്ഡലത്തിൽ ലീഗിന് സ്ഥാനാർത്ഥികൾ പോലും ഉണ്ടായിരുന്നില്ല. എന്നാൽ പിന്നെ ചിത്രം മാറി. രാഷ്ട്രീയ മാറ്റത്തിന് പൊന്നാനി സാക്ഷ്യം വഹിച്ചത് 1977-ലെ തെരഞ്ഞെടുപ്പിലായിരുന്നു. കോണിച്ചിഹ്നത്തിൽ വോട്ട് തേടിയെത്തിയ ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റും മുംബൈ സ്വദേശിയുമായിരുന്ന GM ബനാത്വാല പൊന്നാനിയിൽ ഹരിത രാഷ്ട്രീയത്തിന്റെ വിജയചരിത്രം കുറിച്ചു. പിന്നീട് 1980, 84, 89 വർഷങ്ങളിൽ നടന്ന തെരഞ്ഞെടുപ്പുകളിലും GM ബനാത്വാല വിജയം ആവർത്തിച്ചു. 91-ൽ പൊന്നാനിയിൽ ലീഗ് സ്ഥാനാർത്ഥിയായത് ഇബ്രാഹിം സുലൈമാൻ സേഠായിരുന്നു. അന്ന് സേഠ് വിജയിച്ചെങ്കിലും 96-ൽ തെരഞ്ഞെടുപ്പ് ആഗതമായപ്പോഴേക്കും GM ബനാത്വാല മത്സരരംഗത്ത് തിരിച്ചെത്തി. 98-ലും 99-ലും പൊന്നാനിക്കാർ ബനാത്വാലയെ തെരഞ്ഞെടുത്ത് ലോക്സഭയിൽ എത്തിച്ചു. 2004-ൽ തെരഞ്ഞെടുപ്പ് സമയം ആഗതമായപ്പോഴേക്കും ബനാത്വാല യുഗത്തിന് പരിസമാപ്തിയായിരുന്നു. എന്നാൽ മണ്ഡലം ലീഗിന്റെ ഉരുക്കുകോട്ടയായി തന്നെ നിലകൊണ്ടു. 2004-ൽ ജനവിധി തേടിയത് E. അഹമ്മദാണ്. ലക്ഷത്തിൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു. 2009-ലെ തെരഞ്ഞെടുപ്പിൽ അഹമ്മദ് പൊന്നാനി വിട്ട് മലപ്പുറത്തേക്ക് മാറിയപ്പോൾ പൊന്നാനിയുടെ സാരഥിയായി ലീഗ് അവരോധിച്ചത് E.T. മുഹമ്മദ് ബഷീറിനെയായിരുന്നു. പാർലമെന്റ് മണ്ഡലത്തിലെ കന്നി അംഗത്തിൽ തന്നെ വിജയം തന്റെ പരിധിയിലാക്കി E.T. പൊന്നാനിയുടെ MP ആയി. കഴിഞ്ഞ 15ാമത്തെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 16ാമത്തെ തെരഞ്ഞെടുപ്പിലേക്കാണ് കേരളം എത്തിപ്പെട്ടിരിക്കുന്നത്. ഈ 16ാം തെരഞ്ഞെടുപ്പിൽ 7 തവണയും മുസ്ലിം ലീഗാണ് അവിടെ വിജയിച്ചിട്ടുള്ളത്. മുസ്ലിം ലീഗിൻ്റെ ബനാത്വാല 7 തവണ വിജയിച്ചു. E. അഹമ്മദ്, ഇബ്രാഹിം സുലൈമാൻ സേഠ്, E.T. മുഹമ്മദ് ബഷീർ എന്നിവരും അതിനു പുറമെ ലീഗിൻ്റെ സ്ഥാനാർത്ഥികളായിട്ട് വിജയിച്ചു. ഈ കഴിഞ്ഞ തവണ മഅ്ദനിയെ കൂട്ടുപിടിച്ചുകൊണ്ട് ഇടതുപക്ഷം അവിടെ വൻ പ്രചാരണം നടത്തുകയും ഏതാണ്ട് ജയിക്കുമെന്ന ഘട്ടത്തിലേക്ക് എത്തുകയും ചെയ്തതാണ്. പക്ഷേ 82,000-ൽ പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിന് E.T. മുഹമ്മദ് ബഷീർ അവിടെ വിജയിക്കുകയാണ് ഉണ്ടായത്. പൊന്നാനി, തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കുറ്റിപ്പുറം, മങ്കട, പെരിന്തൽമണ്ണ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെട്ടതായിരുന്നു നേരത്തെ പൊന്നാനി ലോക്സഭാ മണ്ഡലം. 2009-ൽ മണ്ഡല പുനർനിർണയ ശേഷം മണ്ഡലത്തിന്റെ പേര് മാറിയില്ലെങ്കിലും ഘടനയിൽ ഏതാനും മാറ്റങ്ങൾ സംഭവിച്ചു. പഴയ മണ്ഡലത്തിന്റെ ഭാഗമായ പൊന്നാനി, തിരൂരങ്ങാടി, താനൂർ, തിരൂർ നിയമസഭാ മണ്ഡലങ്ങൾ മണ്ഡലത്തിന്റെ ഭാഗമായി നിലനിന്നപ്പോൾ മലപ്പുറം ജില്ലയിൽ പുതുതായി രൂപം കൊണ്ട കോട്ടക്കൽ, തവനൂർ നിയമസഭാ മണ്ഡലങ്ങളും പാലക്കാട് ജില്ലയിലെ തൃത്താലയും പൊന്നാനിയുടെ ഭാഗമായി. ഇവയിൽ തിരൂരങ്ങാടി, താനൂർ, തിരൂർ, കോട്ടക്കൽ, തൃത്താല മണ്ഡലങ്ങളെ UDF MLA-മാരും പൊന്നാനി, തവനൂർ മണ്ഡലങ്ങളിൽ LDF MLA-മാരുമാണ് നിയമസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നത്. വോട്ടിംഗ് നില പരിശോധിച്ചാൽ പൊന്നാനി മണ്ഡലത്തിൽ 2009-ലെ തെരഞ്ഞെടുപ്പിൽ UDF-ന് ലഭിച്ചത് 3,85,801 വോട്ടുകളാണ്. LDF 3,03,117 വോട്ടും നേടി. 2011-ൽ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിച്ചപ്പോൾ UDF-ന്റെ വോട്ടിംഗ് നില ഉയർന്നു. 4,11,474 വോട്ടുകളാണ് വലതുമുന്നണിയുടെ അക്കൗണ്ടിൽ എത്തിയത്. അതിനെ അതിജീവിക്കാനായില്ലെങ്കിലും 3,20,123 എന്ന നിലയിലേക്ക് ഇടതുമുന്നണിയുടെ അനുകൂല വോട്ടുകളും വളർന്നു. 16ാം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന പൊന്നാനി മണ്ഡലം ഉന്നയിക്കുന്ന ആവശ്യങ്ങളും ചർച്ചയാകുന്ന വിഷയങ്ങളും ഒട്ടനവധിയാണ്. തീരദേശങ്ങളാൽ വിഴുങ്ങപ്പെട്ട മണ്ഡലം, സാമൂഹ്യവും സാംസ്കാരികവുമായി ഏറെ സമ്പന്നമായ മണ്ണ്. എന്നാൽ ഇവിടെ ജനജീവിതവും രാഷ്ട്രീയവും ഏറെ കലുഷിതമാണ്.
പൊന്നാനി മണ്ഡലം മലപ്പുറത്തിന്റെയും ഒരളവ് പാലക്കാടിന്റെയും സാംസ്കാരിക പരിച്ഛേദം കൂടിയാണ്. ഭാഷാപിതാവിന് ജന്മമേകിയ മണ്ണ് പൊന്നാനിയുടെ ഹൃദയമായ തിരൂരിൽ സ്ഥിതി ചെയ്യുന്നു. ഭാഷയ്ക്കും മലയാള നാടിനും വരദാനമായി ലഭിച്ച തുഞ്ചത്തെഴുത്തച്ഛൻ മലയാള സർവകലാശാല, പൈതൃക നഗരിയായ പൊന്നാനി നഗരം, അനന്തവിഹായസിനോട് അതിർത്തി പങ്കിടുന്ന അറബിക്കടലിന്റെ സുന്ദര തീരം കാലങ്ങൾക്ക് മുൻപേ തന്നെ ലോകത്തിന് മുന്നിൽ മണ്ണിന്റെ മഹിമ അറിയിച്ചിരുന്നു. മഖ്ദൂം കുടുംബത്തിന്റെ ഇടപെടലോടെ ഇസ്ലാമിക വിജ്ഞാന കേന്ദ്രമായി പരിണമിച്ച പൊന്നാനി ചരിത്രത്തിൽ സ്വന്തം പേര് കുറിയിട്ടത് ചെറിയ മക്ക എന്ന അപരനാമത്തിലാണ്. സ്വാതന്ത്ര്യസമര ചരിത്രത്തിൽ വൈദേശിക ആധിപത്യത്തിനെതിരെ സന്ധിയില്ലാ സമരം പ്രഖ്യാപിച്ച വീരജനതയുടെ പിന്മുറക്കാരത്രേ പൊന്നാനി മണ്ഡലത്തിലെ ഈ ജനസഞ്ചയം. മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ്, വെളിയങ്കോട് ഖാസി, കേരള ഗാന്ധി കെ കേളപ്പൻ, ഉർദു മൗലവി, ക്യാപ്റ്റൻ ലക്ഷ്മി എന്നിവരുടെ ദേശസ്നേഹത്തിന്റെയും സംശുദ്ധ രാഷ്ട്രീയത്തിന്റെയും കളങ്കമില്ലാത്ത സേവനത്തിന്റെയും ബാലപാഠങ്ങൾ പഠിച്ചു വളർന്ന കൃത്യമായ നിലപാടുകളിൽ എത്താൻ ശേഷിയാർജിച്ച മണ്ണ്. അവിടെ വീട്ടി ഭട്ടതിരിപ്പാടും വള്ളത്തോൾ നാരായണമേനോനും കുട്ടിക്കൃഷ്ണമാരാരും ഇടശ്ശേരിയും മാധവിക്കുട്ടിയും ബാലാമണിയമ്മയും കോളാടി ഗോവിന്ദൻകുട്ടി മേനോനും MTയും ആർട്ടിസ്റ്റ് നമ്പൂതിരിയും അക്കിത്തവും അടങ്ങുന്ന പ്രതിഭകൾ വിവേകത്തിന്റെയും സാംസ്കാരിക പെരുമയുടെയും വിത്തുകൾ പാകി. അറബിക്കടലിന്റെ ഓരം തഴുകുന്ന പൊന്നാനി മണ്ഡലത്തിന്റെ മണ്ണ് എന്നും അഭിമാന ബോധമുള്ള ജനതയുടേതായിരുന്നു. മത്സ്യബന്ധന രംഗത്തെ പ്രശ്നങ്ങൾ, വികസനം എന്നിവ ഈ തെരഞ്ഞെടുപ്പിൽ പ്രധാന ചർച്ചാ വിഷയമാണ്. ഓരോ മഴക്കാലത്തും രൂക്ഷമാകുന്ന കടലാക്രമണമാണ് തീരം നേരിടുന്ന പ്രധാന പ്രശ്നങ്ങളിലൊന്ന്. കരകവരുന്ന കടൽ കിടപ്പാടവും സമ്പാദ്യവും കൊണ്ടുപോകുമ്പോൾ അഭയാർത്ഥികളാകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സ്വന്തം നാടുകൂടിയാണ് പൊന്നാനി മണ്ഡലത്തിലെ തീരദേശം. കുടിവെള്ളം, പാർപ്പിടം, സ്ഥായിയായ ശാസ്ത്രീയ കടൽഭിത്തി, കോൾപ്പാടങ്ങളിലെ കാർഷിക പ്രതിസന്ധി, റെയിൽവേ രംഗത്തെ വികസന മുരടിപ്പ്, കുടിവെള്ള പ്രശ്നം, ദേശീയപാത വികസനം എന്നിവയെല്ലാം ഇവിടെ പ്രശ്നങ്ങളായി അവശേഷിക്കുന്നു. പൊന്നാനി മുതൽ പരപ്പനങ്ങാടി വരെ നീണ്ടുകിടക്കുന്ന തുറമുഖം, നീണ്ടുകിടക്കുന്ന മത്സ്യമേഖല, തീരദേശ പ്രദേശത്ത് ഏറ്റവും കൂടുതൽ വോട്ടർമാരുള്ള, മുസ്ലിം ലീഗിന് ഏറ്റവും കൂടുതൽ സ്വാധീന ശക്തിയുള്ള ഒരു പ്രദേശമെന്നാണ് ലീഗ് അവകാശപ്പെടുന്നത്. ലീഗ് തീരദേശ മേഖലയിലെ മത്സ്യത്തൊഴിലാളികളിൽ ഭൂരിപക്ഷവും ലീഗിന്റെ അനുയായികളാണെന്ന് അവർ പറയുന്നുണ്ടെങ്കിലും CPMും അതേ അവകാശവാദം ഉന്നയിക്കുന്നുണ്ട്. എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലം പരിശോധിച്ചാൽ ലീഗിന്റെ അവകാശവാദമാണ് കൂടുതൽ ശരിയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. കാരണം തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും തീരദേശ മേഖലയിലെ പഞ്ചായത്തുകളിലെ വാർഡുകളിലും കൂടുതൽ സ്വാധീനം നേടിയിട്ടുള്ളത് ലീഗാണ്. ഈ പുതിയൊരു സാഹചര്യം വന്ന സ്ഥിതിക്ക് UDFിൽ നിന്ന് വോട്ടുകൾ നഷ്ടപ്പെടാതെ, അതായത് കോൺഗ്രസിലെ വോട്ടുകളെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടുള്ള പ്രചരണമാണ് ഇപ്പോൾ അവിടെ മുസ്ലിം ലീഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ തവണത്തതുപോലെ ഒരു മഅ്ദനി തരംഗത്തിന്റെ പേരിൽ CPM നേടിയ വോട്ടുകൾ ഇത്തവണ CPMനൊപ്പം പോകുമോ എന്നുള്ളൊരു കാര്യം സംശയത്തിലാണ്. അടിസ്ഥാന വികസനത്തിൽ ഇനിയും മുന്നേറ്റം കാക്കുന്ന നാട്ടിൽ ജനജീവിതം എന്ന പോലെ രാഷ്ട്രീയവും കലുഷിതമാണ്. മണ്ഡലത്തിൽ മുഖ്യ എതിരാളികളായ UDFിലും LDFിലും ഉൾപ്പോര് ശക്തമാണ്. അതിൽ ഏറെ വിയർക്കുന്നത് വലതുമുന്നണിയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി ET മുഹമ്മദ് ബഷീർ രണ്ടാം തവണയും അവിടെ മത്സര രംഗത്തിറങ്ങുകയാണ്. ഒപ്പം കോൺഗ്രസിലെ V അബ്ദുറഹ്മാനാണ് CPMന്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത്. V അബ്ദുറഹ്മാൻ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നത് UDFും അതുപോലെ തന്നെ കോൺഗ്രസിലുള്ള പടലപ്പിണക്കം മൂലമാണ് V അബ്ദുറഹ്മാൻ ഈ രംഗത്തേക്ക് വരാനുള്ളൊരു കാരണം. 15 വർഷം തിരൂർ നഗരസഭയിലെ കൗൺസിലറായിരിക്കുകയും 2005 മുതൽ 2010 വരെയും അവിടുത്തെ വൈസ് ചെയർമാൻ ആയിരിക്കുകയും ചെയ്ത V അബ്ദുറഹ്മാൻ തനിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തവനൂർ മണ്ഡലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിൽ കുറെ കാലം കോൺഗ്രസിനൊപ്പം നടന്നിരുന്നു. എന്നാൽ അത് കിട്ടാതെ വന്നതിലുള്ള മനോവിഷമോ അല്ലെങ്കിൽ വൈരാഗ്യമോ എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അദ്ദേഹം ഇപ്പോൾ CPMന്റെ പക്ഷത്താണ് നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ കോൺഗ്രസിൽ നിന്ന് വിട്ട് ഒരു വിമതനായി രംഗത്ത് വന്ന ശേഷം CPM അദ്ദേഹത്തെ പൊന്നാനിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് കണ്ടെത്തുകയായിരുന്നു. പൊന്നാനിയിൽ CPM ഈ സ്ഥാനാർത്ഥിയെ കോൺഗ്രസും അതുപോലെ തന്നെ മുസ്ലിം ലീഗും അടക്കമുള്ള UDF പൊന്നാനി ഒരു പെയ്ഡ് സീറ്റാക്കി CPM മാറ്റി എന്നൊരു പ്രചരണം നടത്തുന്നുണ്ട്. അതോടൊപ്പം തന്നെ പൊന്നാനി നിയമസഭാ മണ്ഡലത്തിൽപ്പെട്ട വിവിധ പഞ്ചായത്തുകളിൽ മുസ്ലിം ലീഗും കോൺഗ്രസും അത്ര സുഖകരമല്ലാത്ത രീതിയിലാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ ഭരണം നടക്കുന്നത്. ഈ സ്ഥലങ്ങളിൽ V അബ്ദുറഹ്മാനുള്ള സ്വാധീനം പൊന്നാനിയിലെ CPMന് ഗുണകരമാകും എന്നുള്ളൊരു കണ്ടെത്തലാണ് CPM അബ്ദുറഹ്മാനെ സ്ഥാനാർത്ഥിയാക്കാനുള്ള ഒരു പ്രധാന കാരണം. ദേശീയ വിഷയങ്ങൾക്കൊപ്പം പ്രാദേശിക വിഷയങ്ങൾക്കാണ് ഓരോ തെരഞ്ഞെടുപ്പിലും പൊന്നാനി മണ്ഡലം ഊന്നൽ നൽകുന്നത്.
ഇവിടെയാണ് SDPI സ്ഥാനാർത്ഥി VT ഇക്രാമുല്ലക്ക്, ആം ആദ്മി സ്ഥാനാർത്ഥി ഷൈലോക്ക്, ജനകീയ സ്ഥാനാർത്ഥി അബുലൈസ് എന്നിവരുടെ മത്സരത്തിന്റെ പ്രാധാന്യമേറുന്നത്. മതസാമുദായിക ശക്തികൾക്ക് വേരോട്ടമുള്ള മണ്ഡലത്തിൽ PDPയും ഒരു നിർണായക രാഷ്ട്രീയ കക്ഷിയാണ്. 2009 CPIഎമ്മിനെ പിന്തുണച്ച PDPയും മഅദനിയും വലിയ രാഷ്ട്രീയ ചർച്ചയായപ്പോൾ ഇത്തവണ PDP മൗനം തുടരുകയാണ്. രൂക്ഷമായ ഭിന്നതകൾ പരസ്പരം പോരടിക്കുന്ന പൊന്നാനിയുടെ ഭാഗധേയം നിർണ്ണയിക്കുമ്പോൾ ജനതയ്ക്ക് ലക്ഷ്യം പിഴക്കില്ലെന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഉറപ്പിക്കാം. ജനം അന്തിമ വിധി എഴുതാൻ ഇനി അധികം സമയമില്ല. ആ വേഗപ്രയാണത്തോടൊപ്പം തേരോട്ടവും ചേരുന്നു. പൊന്നാനി മണ്ഡലം വിട്ട് ഇനിയുള്ള മണ്ഡലങ്ങളുടെ ദൂരങ്ങളിലേക്ക്.